ഞാനും പാറുവും ഇഷ്ടത്തിലാണ്. ഞങ്ങളൊരു ചെറിയ സ്നേഹം കൂടെ ഉണ്ടാക്കിയത്. മാഡവും കൈലാഷ് സാറും കൊടുങ്കാറ്റായിട്ട് വന്ന് ആ സ്നേഹക്കൂടിനെ തകർക്കുക ചെയ്തത്. മാഡം, എന്താ പാറു? മാഡം ഇപ്പൊ തന്നെ കൈലാഷ് സാറിനെ ഫോണിൽ വിളിച്ച് ഞാനും പ്രിയൻചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയണം. ഇപ്പോഴോ? അതെ മാഡം, ഇനിയും വൈകിപ്പിക്കണ്ട. നീയും പ്രിയനും തമ്മില് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് പോലും അത് വല്ലാത്ത ഷോക്കായി. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ കൈലാഷിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് കുറച്ച് സമയം താ പാറു. ആ സമയം കൊണ്ട് എനിക്കും പ്രിയൻചേട്ടനും എന്തൊക്കെ സംഭവിക്കുന്നു ഒരുറപ്പും ഇല്ലല്ലോ. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്നെ അപമാനിച്ച് സംസാരിക്കുന്നത് എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മാഡം. എന്താ സംഭവിച്ചെന്ന് പറ. നിന്നെ ഹോസ്റ്റലിൽ ആരെങ്കിലും കൈലാഷിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചോ? ആരാ അത് ചെയ്തത്? മുക്തയാണോ അതോ അവന്തികയോ? ആരാണെന്ന് നീ പറഞ്ഞാ മതി. അവരെ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാം. പിന്നെ അങ്ങനൊരു സംസാരം നിനക്ക് കേൾക്കേണ്ടി വരില്ല. അവരെ പുറത്താക്കിയത് കൊണ്ട് വിഷയം തീരില്ല മാഡം. ഹോസ്റ്റലിലെ മിക്ക പെൺകുട്ടികളും എന്നെക്കുറിച്ച് ഇത് തന്നെയാ ചിന്തിക്കുന്നത്. അവരെല്ലാരും മാഡം പുറത്താക്കോ? ഇനി അങ്ങനെ ചെയ്താൽ തന്നെ കമ്പനിയിലുള്ളവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരെ മാഡം എന്ത് ചെയ്യാനാ? ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെങ്കിൽ കൈലാഷ് സാറിനെ സത്യം അറിയിക്കേ നിവൃത്തിയുള്ളൂ. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് വിളിക്ക്. പാറു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈലാഷ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നോർമലായി തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷമാണ് അവനെ ഒന്ന് ചിരിച്ചു കാണുന്നത്. അവനെ വിളിച്ച് പാറുവിന് നിന്നെ ഇഷ്ടമല്ല, ഇനി അവളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുതെന്ന് പറഞ്ഞ അവനെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ ഒരുപാട് ദേഷ്യപ്പെടും. പിന്നെ അവനെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. ഇതുകൊണ്ട് എത്ര പേരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. കൈലാഷ് ഇപ്പോ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തരത്തിൽ ഞാനൊരു കാരണോ. നിന്റെയും പ്രിയന്റെയും പ്രണയത്തെ പറ്റി എനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെയെങ്കിലും തടഞ്ഞേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. കൈലാഷ് സാർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് മാഡവും പ്രിയൻചേട്ടനും എല്ലാം ചിന്തിക്കുന്നത്. മനസ്സിലൊരാളെ സ്നേഹിക്കുമ്പോ നാട്ടുകാരെല്ലാം നീ വേറൊരുത്തിനെ സ്വന്താണെന്ന് പറഞ്ഞു നടക്കുമ്പോ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഉരുകുക മാഡം. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പാറു. മാഡം എല്ലാം മനസ്സിലാക്കും എന്ന വിശ്വാസത്തോടെയാ ഞാൻ എല്ലാം പറഞ്ഞത്. പക്ഷെ മാഡം കൈലാഷ് സാറിനെ കുറിച്ച് മാത്രമാ ചിന്തിക്കുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് പാറു. ധൃതി കൂട്ടി പറയണ്ടെന്ന് മാത്ര ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് വേണ്ടി ഞാൻ കൈലാഷിനോട് സംസാരിക്കാം, പോരെ? ആ, ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വിളിച്ച് നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് വിളിക്കും മാഡം. നാളെ എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. കൈലാഷ വിളിക്കുന്നത്. നന്നായി മാഡം, എടുക്കൂ. നാളെ വരാൻ പറയൂ. ഹലോ മാഡം, എനിക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസാ. അത് മാഡത്തിനോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, അതാ ഞാൻ വിളിച്ചത്. മമ്മി ഇന്ന് കമ്പനിയിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാർവതിയാണ് മമ്മിയുടെ മരുമകളാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് എന്നെ ഞെട്ടിച്ചളഞ്ഞു. ഓ, അല്ല, ഞാൻ ഇത്രയും വലിയ സന്തോഷ വാർത്ത പറഞ്ഞിട്ടും മാഡം എന്താ സിമ്പിളായി ഓന്ന് മാത്രം പറയുന്ന? മാഡത്തിന് അസുഖം വല്ലതും? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൈലാഷ്, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മാഡം, പറയൂ. അത് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. നിനക്ക് നാളെ രാവിലെ ഹോസ്റ്റലിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്താ മാഡം, പാർവതിയിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയോ? അതല്ല,
നാളെ നാളെ എന്തായാലും നീ വരില്ലേ? ഞാൻ അപ്പൊ കാര്യം പറയാം. ശരി, ഞാൻ രാവിലെ അവിടെ ഉണ്ടാവും. അപ്പോ ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. നാളെ കൈലാഷ് വരുമ്പോ ഞാൻ എല്ലാം സംസാരിച്ചോളാം. ഉം.